ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ PG വിദ്യാർത്ഥികൾ, കേരള സർവകലാശാല PG വിദ്യാർത്ഥികളിൽ നമ്മൾ പലതും കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നത് റിസൾട്ടുകളെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സെമസ്റ്റർ പ്രത്യേകിച്ച് S1 വാല്യുവേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണോ, അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ, എങ്ങനെയാണ് അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജ് എന്താണ്, ആൻഡ് റിസൾട്ടുകൾ എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത്. നമുക്ക് PG പൊതുവെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്. വാല്യുവേഷൻ്റെ കാര്യത്തിൽ ഇറ്റ് ടേക്സ് ടൈം. ഓക്കെ, അത് ഫസ്റ്റ് വാല്യുവേഷൻ, സെക്കൻഡ് വാല്യുവേഷൻ, തേർഡ് വാല്യുവേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രോസസ്സിങ് ചെയ്ത് റിസൾട്ടുകൾ വരാനായിട്ട് ഇച്ചിരി ടൈം എടുക്കും. അപ്പം ഈ ഒരു PG സെമസ്റ്റർ 1 വാല്യുവേഷനും കാര്യങ്ങളൊക്കെ തന്നെ ഓൺ ഗോയിങ് ആണ്, പ്രോസസ്സിങ്ങിലാണ്. നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ കോൺടാക്ട് ചെയ്യുമ്പോഴും അവർ പറയുന്നത് പ്രോസസ്സിങ്ങിലാണ്, അത് വാല്യുവേഷനും കാര്യങ്ങളൊക്കെ തന്നെ പ്രോസസ്സിങ്ങിലാണ്. കൂടുതൽ ഇൻഫർമേഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനായിട്ട് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റില്ല. അത് പ്രോസസ്സിങ്ങിലാണെന്നുള്ളത് മാത്രമാണ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഇൻഫർമേഷൻ തരുന്നത്. അപ്പോൾ നിലവിൽ വാല്യുവേഷനും കാര്യങ്ങളൊക്കെ ഓൺ ഗോയിങ് ആണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ റിസൾട്ടുകൾ നമുക്ക് എന്തായാലും ഒരു ജൂൺ ജൂലൈ ആ ഒരു ടൈം പീരീഡിലൊക്കെ തന്നെ നമുക്ക് ഹോപ്പ് ചെയ്യാം. കാരണം വാല്യുവേഷനും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഫാസ്റ്റപ്പായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ഏപ്രിൽ, ജൂൺ, ജൂലൈ ആ ഒരു ടൈം പീരീഡിലായിരിക്കും PG S1 റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യുക. അപ്പോൾ ഒഫീഷ്യലി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇൻഫർമേഷൻ വരുന്നതിനനുസരിച്ച് നിങ്ങളിലേക്ക് ആ ഇൻഫർമേഷൻ പാസ് ചെയ്ത് തരുന്നതായിരിക്കും തീർച്ചയായിട്ടും. അപ്പം കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി ആൻഡ് ജനറൽ ഇൻഫർമേഷൻസ്, മറ്റുള്ള എഡ്യൂക്കേഷൻ ഇൻഫർമേഷൻസ് അറിയാൻ വേണ്ടി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആ ഒരു സ്പോട്ടിൽ എത്തുകയുള്ളൂ. ആൻഡ് ആൾസോ നമുക്ക് ജോയിൻ ബട്ടൺ എനേബിൾ ആണ്. അപ്പം മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ജോയിൻ ബട്ടൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.